അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണി കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഷാമിയക്കൊക്കെ ലീവാന്നൊക്കെ. അപ്പോൾ ഞങ്ങളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പൂള് പോകാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പൂളിലൊക്കെ ഇങ്ങനെ കറങ്ങി വരാനുള്ള പ്ലാനിൽ. അപ്പോൾ പിന്നെ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണി 10:30 ആകുമ്പോഴത്തേനും തീരുമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നലെ ഐബൂനെ നേരത്തെ കിടത്തി ഉറക്കി. കാരണം രാവിലെ ആകുമ്പോൾ അവനക്ക് ഇല്ലെങ്കിൽ നമ്മൾ എണിപ്പിക്കുമ്പോൾ അവനക്ക് പ്രാന്താവും ചോദിച്ചു 10:30 കിടത്തി ഉറക്കി. എന്താ ഉണ്ടായി? എന്നിട്ടും അവന് ഇടയ്ക്കിടയ്ക്ക് എണീച്ച് കരഞ്ഞോ പറയണ്ട. നേരത്തെ ഉറക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുങ്ങണമൊന്നുമില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് പിന്നെ പൂളി പോലെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങണം. പിന്നെ മേലെ നല്ല ഐബൂൻ്റെ ട്രൗസറൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഒക്കെ പോയി എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഞങ്ങളിങ്ങനെ ഐബൂൻ്റെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. വെള്ളത്തിടവിടെ അതും മാറൽ ഡ്രസ്സൊക്കെ ഇതിൽ പിന്നെ ഒരു ബാഗൊക്കെ അയച്ച് പോവുകയാണ്. ശവയൊക്കെ പിടിക്കാൻ എടുക്കാം. ഈ നേരത്തെ ആദ്യമായിട്ടായിട്ട് പുറത്തിറങ്ങണ ഞാൻ. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ നല്ലൊരു കാമയും കൊയ്റ്റ്. സ്കൂളിൽ പോണവരൊക്കെ പോയി, ഓഫീസിൽ പോയവരൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു നേരമല്ലേ. പിന്നെ ക്ലൈമറ്റ് മാറിയതിൻ്റെ തന്നെ നല്ല കാറ്റും ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഈ സ്റ്റെക്കേഷൻ അതൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആയ ആളാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്റ്റേ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പൂളാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആമയാക്കേക്ക് ഇന്നെ മാത്രം ഹാപ്പി ആക്കിയാൽ പോരല്ലോ, നമ്മളെ കൂടെ ഒരു കുഞ്ഞുമണിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവനെയും കൂടി ഹാപ്പി ആക്കണ്ടേ. അതുകൊണ്ടാണ് പൂളിൻ്റെ ഓപ്ഷൻ എടുത്തിട്ടാ. നമ്മൾ ഓൾഡ് എയർപോർട്ടിലുള്ള സ്റ്റെയിൻബർഗ് എന്നിട്ടൊരു ഹോട്ടലിലാട്ടോ പോണത്. ഇത് ഭയങ്കര സ്ട്രെച്ചർ നല്ല രസമുണ്ട് കാണാൻ. ഒരു വെറൈറ്റി സ്ട്രെച്ചർ, ഓവലിലോ സർക്കിളിലോ അങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ ആയിട്ട്. പിന്നെ ഓൾഡ് എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ട്രാവലിംഗ് ഇല്ലല്ലോ. തുമാവെന്ന് ഓൾഡ് എയർപോർട്ടിലേക്ക് അടുത്തല്ലേ. അപ്പോൾ അതും കൂടി ആയിട്ടാണ് ഇവിടെ തന്നെ ഓപ്റ്റ് ചെയ്തത് കേട്ടോ. അതല്ല, അത് അങ്ങനത്തെ അല്ല, ഇവിടെ ഇങ്ങനത്തെ ഇടാൻ പാടില്ല. ഐബോടെ എത്തിയപ്പോൾ ഏകദേശം എണീറ്റിട്ടാണ്. അപ്പോൾ ഞാൻ അവൻ്റെ നൈറ്റ് ഡ്രസ്സിൽ അങ്ങനെ എടുത്ത് കൊണ്ടുവരിക ചെയ്തത്. എനിക്കിങ്ങനെ എങ്ങോട്ടേലും പോകുമ്പോൾ ഈ മോർണിംഗ് ഒക്കെ ആകുമ്പോൾ അവൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് വരണതിൽ തീരെ താല്പര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ അവ എണീക്കാനനുസരിച്ച് നമുക്ക് മാറ്റിയാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളാട്ടെ ഞാൻ. കാരണം കുട്ടികളെ ഉറക്കം പോയി കഴിഞ്ഞാൽ അവരെ മൂഡ് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ മാറ്റി പുതിയതിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിലേക്ക് എത്തിയിട്ട് അങ്ങനെ മാറ്റുക ചെയ്യണം കേട്ടോ. വാ ആവശ്യമുണ്ട് തന്നെ ഈ അമ്മൽ. ഏതാ കളറ് ടീഷർട്ടിന്? കളറ് യെല്ലോ. ഹാപ്പി? അപ്പൂന് വേണ്ട പപ്പാക്ക? ശ്യാമയൊക്കെ തിന്നണ സാധനം നോക്ക്, ഞാൻ തിന്നില്ലത്. ഇതൊക്കെ ഇവിടെ വന്നാലും ടേസ്റ്റ് ഒക്കെ പറ്റുള്ളൂ. ശ്യാമയൊക്ക എല്ലാം എടുക്ക്, മറ്റു എടുത്തില്ലല്ലോ. എല്ലാം എടുത്താ?
അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ പ്ലെൻറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ക്രൊസോണും കാര്യങ്ങളും എഗ്സായിട്ടും എല്ലാ വക ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസേ കണ്ടുള്ളൂ. മെയിൻ കോഴ്സ് പോലത്തെ ഈ പൊറാട്ട അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ പൊറാട്ടയും ചനയുടെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. അപ്പോൾ അത് ചിലവർക്ക് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞ് വയറ് ഫുള്ളാവണ പോലത്തൊരു ഐറ്റമാണല്ലോ. അപ്പോൾ ഞാൻ മുമ്പ് ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ അവിടുത്തെ പ്ലെൻറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പാൻ കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്നും കൂടി അവിടുത്തെയാണ് എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ഭയങ്കര പാൻ കേക്ക് ഫാനാണ്. ഇപ്പോൾ വേഫിൾസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ക്രൊസോണും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടാണ്. എല്ലാതും നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത പ്രൈസിന് വേർത്താണ്. കുറേ ഐറ്റംസ് എന്തുകൊണ്ടും ഉണ്ടായിരുന്നു. അച്ഛനോ കാണൂല്ലേ? എന്ത് എന്താണ് എന്ത് വീട്ടില് മാത്രം നിന്നിട്ട് സൂപ്പറാക്കും. ഇതാണ് ഐബോളി സ്വീറ്റ് കോൺ ഇഷ്ടമുള്ള ആള്. പക്ഷെ ഇത് ഇഷ്ടമായില്ല. ഇത് ടിൻ്റെ സ്വീറ്റ് കോൺ ആയതുകൊണ്ട് അവൻ തിന്നില്ല. അപ്പൊ തണ്ണിമത്ത മാത്രം എങ്ങനെയും തീറ്റിക്കാണ്. പുളി പോകണോണ്ട് തണ്ണിമത്ത തിന്നാണ് കേട്ടോ. നൂറ്റല്ല കേക്ക് കൊടുത്തപ്പോ നൂറ്റല്ല മാത്രം മതി. ഇങ്ങനത്തെ ഓരോ കളികളാണ് ഇവിടെ നടക്കുന്നത്. ഹലോ ഹലോ എമി. അങ്ങനെ അത്യാവശ്യം ഞാൻ പാൻ കേക്കും എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ടാ. ഐബ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ ആകെ ഒരു തുണ്ട് വാട്ടർ മെലണും ഒരു തുണ്ട് എഗ്ഗും പിന്നെ ഫുള്ള് ന്യൂട്രൽ അങ്ങനത്തെയാണ് കഴിച്ചേക്കണത്. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ പൂളി പോകേണ്ട ഹാപ്പിനെസ്സിൽ നമ്മളധികം നിർബന്ധിച്ചില്ല. കുഴപ്പമില്ല, പൂളി പോയിട്ട് ബാക്കിയുള്ളത് നോക്കാൻ വിചാരിച്ചിട്ട്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ കുട്ടികളെ സ്വിമ്മിംഗ് പൂള്, അവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂള്. അയ്യോ കുഞ്ഞൊരു ഉണ്ടായിപ്പോ ചവിട്ട് അങ്ങടാ. ആ ചവിട്ട്. ഓ ഓ ഓ ബ്രേവ് ബോയ്. യാ യാ ഗുഡ് ബോയ്. ഒന്നടിച്ച് കുഞ്ഞിലേ ഇപ്പൊ എന്താണ് എന്താ പറഞ്ഞേ? ഐബു ഓൾ സെറ്റ്. സ്വിമ്മിംഗ് പൂളിൽ പോവാൻ ആപ്പിയിൽ ഓടുന്ന ഐബൂസ്. ഐബൂസ് ഐബുവിന് കറക്റ്റ് അങ്ങനത്തെ ഡ്രസ്സ് കിട്ടി. ഓടലിട്ടോ ഓടലിട്ടോ ഓടലിട്ടോ. നിക്ക് നിക്ക് ഐബു നോക്കട്ടെ. വാ ചാടിക്കോടാന്ന്. ഓൾ സെറ്റ് പറ. റെഡി ടു ജമ്പ്. വേണ്ട ആ പപ്പ നീന്തണൊക്കെ പപ്പ സൂപ്പറായി നീന്തുണ്ട്. അങ്ങനെ വലിയ പൂളിൽ ഹിബുവിനെ ഇറക്കിയേക്കിട്ട് ഷാമിയൊക്കെ. അവനുള്ള കുഞ്ഞേ പൂളുണ്ട്, പക്ഷെ അവനക്ക് ഇതിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറക്കിയേക്കിട്ടാ. ഈ ലൈഫ് ജാക്കറ്റ് നമ്മൾ ഒരിക്കൽ ഡേ ടു ഡേ എന്ന് മേടിച്ചത്. അന്ന് മുതൽ മൂപ്പരാൾ പൂളിക്ക് വരണം വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിരുന്നു. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂള്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ധൈര്യശാലിയായിരുന്നല്ലോടാ. റെഡി വാങ്ങിട്ട് നെൽത്തൂത്തോന്റെ ഊരിനോ. വെള്ളത്തിലിറങ്ങിയപ്പോൾ മൂപ്പരാൾക്ക് എന്താ ചാഴം കുറച്ച് കൂടുതലോ, വിചാരിച്ച പോലെ അങ്ങോട്ട് കളി നടക്കില്ല മനസ്സിലായി. അപ്പോൾ കുഞ്ഞിക്ക് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെ അവൻ്റേതായ പപ്പൊന്നും പിടിക്കണ്ട, അവനക്ക് നടക്കാനുള്ള ഒരു ഇതുണ്ടേ. അപ്പം ഞാൻ ഒറ്റക്ക് നടന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്രമത്തിലാണ്. കുറച്ചങ്ങോട്ടായപ്പോൾ പിന്നെ അവനക്ക് കൂളായി. ഞാൻ ഒറ്റക്ക് നടക്കണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ. എന്തായാലും അവൻ നല്ല ഹാപ്പി ആയിക്കണ്. അപ്പോൾ ഒറ്റക്ക് നടക്കണ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അവൻ്റെ.
നടന്നു വാ. ഓ മമ്മ നടന്നു വാ. യേ സൂപ്പർ. യേ യേ മമ്മയുടെ കുട്ടി ഒറ്റക്ക് പോണേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശ്യാമയൊക്കെ പറഞ്ഞ് ഈ അവനും കൂടി ചെറുതിലാക്കിക്കോ, മൂപ്പിളെ ഒറ്റക്ക് കുറച്ച് വലുതിൽ പോട്ടേ പറഞ്ഞിട്ട് പോയിട്ടാ. അവനക്കാണെങ്കിൽ ഒറ്റക്ക് നടന്നിട്ട് ആ സെറ്റായ ശേഷം ഞാനാക്കാൻ പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇടയ്ക്കൊക്കെ മുങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി പിടിക്കണ്ട്. എന്നാലും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേക്കും. ചെറുതായതുകൊണ്ട് അവനക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. എന്തായാലും നന്നായി ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ശ്യാമയാക്കയുടെയും ഐബുവിൻ്റെ ഒക്കെ ഊഴം കഴിഞ്ഞപ്പോൾ ഇന്ദുജൂടി കളത്തിലിറങ്ങിയേക്കട്ടെ. ഇക്കിങ്ങനെ ഇവരൊക്കെ നോക്കിയിരുന്നിട്ടേ ഇക്ക് ഇറങ്ങാൻ തോന്നിയിട്ട് കുറേ നേരമായി. പിന്നെ ഐബുവിനെ കളിപ്പിക്കണോണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇതാക്കാൻ പറ്റില്ലല്ലോ, അവനെ നോക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ വലിയ പൂളിൽ ഇറങ്ങാനുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ ഇതിലിറങ്ങിയതാ. വലിയ പൂളിൽ ഇറങ്ങിയപ്പോഴാട്ടോ ഇത് അത്യാവശ്യം ആഴുണ്ട്. ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന സൈഡ് ആഴമില്ല, കാരണം വെയിലുള്ള സൈഡുണ്ട്, വെയിലില്ലാത്ത തണലുള്ള സൈഡുണ്ട്. ഈ സൈഡ് ആഴം നല്ല കുറവാണ്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ കുറേ ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരെ പ്രൈവസിനെ മാനിക്കേണ്ട ശ്യാമയൊക്കെ മറ്റേ സൈഡിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ അവിടെ അത്യാവശ്യം ആഴുണ്ട്, ഇങ്ങനെ ഇത് കിട്ടണില്ല. അപ്പം ഞാൻ എന്താ ചെയ്ത് ഐബുവിൻ്റെ ലൈഫ് കെറ്റൊക്കെ ഇട്ട്, പക്ഷെ ഞാൻ തിരിച്ചിട്ടിട്ട് ആദ്യം. അപ്പോൾ എനിക്ക് എന്താ മറ്റേ പെരടിന്ന് ഓർമ്മ ഒന്ന് വിളിക്കിയ പോലെ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ മര്യാദക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ അത്യാവശ്യം കണ്ട പേടിച്ചിട്ട് ഇവിടെ അത് ഇട്ടിട്ട് വാഴലൊക്കെ പോലെയൊക്കെ തോന്നുക. പക്ഷെ അമ്മ കുറേ ഇട്ട് ഇങ്ങനെ മുങ്ങിപ്പോകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടാ. നല്ല പോലെ ഇത് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ലാണ്ട് സുഖമായിട്ട് ഇങ്ങനെ കെടുക്കാൻ, ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കെടുക്കില്ലേ, അതുപോലെ കെടുക്കാൻ ഇതൊക്കെ ആയി. പിന്നെ ഈ വാട്ടർ തെറാപ്പി ഭയങ്കരമായിട്ട് നമ്മൾ സ്പാ ചെയ്യണക്കാട്ടിയും അടിപൊളിയായിട്ട് ഈ വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇന്നാ മനസ്സിലായത്. ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഓരോരു ഹാഫ് അവറൊക്കെ ഞാൻ ഇതിട്ടിട്ട് നല്ലപോലെ കണ്ണടച്ച് കുറേ നേരം ആസ്വദിച്ച് കിടന്നിട്ട് ഭയങ്കര റിഫ്രഷിങ് ഫീൽ ചെയ്യുന്നു എനിക്ക്. മൈൻഡും എല്ലാതും ഭയങ്കരമായിട്ട് റിഫ്രഷിങ് ആയി കിട്ടി. അപ്പം ഞാൻ ഈ സമയത്ത് കിടക്കുന്ന സമയത്ത് ശ്യാമയൊക്കെ ഫുള്ള് അവനായിട്ട് കളിക്കുന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കുകയാണ്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത്. ശ്യാമക്കാടിൽ ഈ സ്നോർക്കലിങ്ങിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീന്തലും അറിയാമല്ലോ. മൂപ്പരാൾ അത്യാവശ്യം അടിയൊക്കെ പോയിട്ട് നല്ലപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതുള്ളൂ. എന്തായാലും നല്ലപോലെ എല്ലാവരും ആസ്വദിച്ച് പൂളിൽ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ തലയിൽ തോർത്തും കൊണ്ടുകൊണ്ട് ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ട വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഈ തോർത്ത് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കും. അതിപ്പോൾ ശ്യാമയ്ക്ക് എത്തിയിട്ടില്ല, ഞാൻ രാവിലെ ഡ്രസ്സൊക്കെ മാറ്റാം. ഇവിടെ നല്ല സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, കുളിക്കാളതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ. അങ്ങനെ നല്ല വൃത്തിയുള്ള ബാത്റൂമും പിന്നെ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഷവറും അല്ലാണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫെസിലിറ്റീസ്, ടവലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ഫെസിലിറ്റീസ്. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് എടുത്തുള്ളൂ. നല്ലപോലെ സോപ്പൊന്നും ഇട്ടിട്ട് അങ്ങനെ കുളിക്കാം, നല്ല വീട്ടിൽ പോയിട്ട് കുളിക്കാമല്ലോ, അങ്ങനത്തെ വക എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ പോകുമ്പോൾ നല്ല കാറ്റ്, എപ്പോഴും കാറ്റുണ്ടല്ലേ. ക്ലൈമറ്റ് മാറിയോണ്ട് തന്നെ വെയിലടിക്കാന്നല്ലാണ്ട് ആ ചൂടിൻ്റെ ഇങ്ങനെ കാടിന് നമുക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല കേട്ടോ. ക്ലൈമറ്റ് മാറിയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. വരുമ്പോൾ ഉച്ചയായാലും അത്ര കുഴപ്പമില്ല. എനിക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ടാ, മുഖമൊന്നും കഴുകിയിട്ടില്ല, മുഖമൊക്കെ ഒന്ന് കുറച്ച് നേരം കഴുകണം. പൈബു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവന് വേഗം വന്ന് കഞ്ഞൊക്കെ ചൂടാക്കി കൊടുക്കട്ടെ.
കാരണം അവനിങ്ങനെ ടയേർഡായി. ഇക്കരെ ഭയങ്കര ടയേർഡ്നെസ് തോന്നുന്നുണ്ട് വെള്ളത്തിൽ കളിച്ചിട്ട്. അപ്പോൾ അവനക്ക് രാവിലെ നേരത്തെ എനിച്ചുകൊണ്ട് ഫുഡും കഴിച്ചിട്ടില്ല, അപ്പോൾ നല്ല ടയേർഡ് ഉണ്ട്. പിന്നെ ഭക്ഷണം കൊടുത്തിട്ടൊന്ന് ഉറക്കി നോക്കട്ടെ ചെങ്ങായിനെ. ചെക്കനെ വന്നിട്ട് നല്ല പോലെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ട്, കാരണം നമ്മളെ ക്ലോറിൻ വാട്ടറൊക്കെ എങ്ങനെ അവനക്ക് ചൊറിച്ചാവും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, നല്ല വിശക്കുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വായ തുറന്ന് അവനക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എന്നും ഇതുപോലെ കഴിച്ചാൽ മതിയില്ലേ, ഇന്നൊക്കെ ഓവർ സ്ട്രെയിൻ ഇടണ്ടേ, അല്ലെങ്കിൽ ഓവർ ഓടിടേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവനക്ക് വേണ്ടത് വേഗം വേഗം അവന് വായക്കാക്കി കുടിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായി. വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ വിശന്ന് വലയൂലോ. പിന്നെ അത് മാത്രമല്ല രാവിലെയും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ പൂളിലിറങ്ങിയതിൻ്റെ അർമാദമായതുകൊണ്ടാണ് രാവിലെ കഴിക്കാത്തത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാണ്ടിരുന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ശരിക്കും കഴിച്ചില്ലെങ്കിൽ അലമ്പാവണത് ഉണ്ടായിരുന്നു. പക്ഷേ കളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. എന്തായാലും വേണ്ടില്ല, ഓവറാക്കാൻ അല്ല, അധികം ചീത്ത കേൾക്കാണ്ട് വേഗം കുടിച്ച് പാവം വിശന്നിട്ടേ. പിന്നെ അത് അവനങ്ങനെ കൊണ്ടുപോയിട്ട് ഉറക്കിയിട്ട് ഉറങ്ങലും അത് വേഗം 5 മിനിറ്റോട് ഞാൻ ഒക്കത്തിട്ട് അസ്ബിറബി ഒന്ന് പാടുമ്പോഴത്തേനും ആശാൻ ഉറങ്ങി. പാവം ക്ഷീണിച്ച് വൈക്കും നല്ല പോലെ ടയർഡ്. ഉറക്കം അങ്ങനെ വേണ്ട. പക്ഷേ ഉച്ചയ്ക്ക് ഉറങ്ങാൻ അങ്ങനെ ഇഷ്ടമല്ല. ഉറങ്ങിക്കഴിഞ്ഞുള്ള ആ ഒരു അന്തപ്പാവും എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്തായാലും എത്തുമ്പോൾ ഞങ്ങൾ 12:30 ഒക്കെ ആയി. അപ്പോൾ ഫുഡൊന്നും ഇന്നലത്തെ ഒന്നും ബാക്കിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാൻ നേരമില്ലല്ലോ. അപ്പോൾ പിന്നെ ബിരിയാണി മേടിച്ച് ഷാമയ്ക്ക് സൂക്കിൽ നിന്ന് പോയിട്ട് മേടിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഉച്ചക്കൊക്കെ കഴിക്കാം. കാരണം അഫോർഡബിൾ ആണല്ലോ. സൂക്കിയത്തെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയ റേറ്റിൻ്റെ ബിരിയാണി ഒന്നും അല്ലല്ലോ, അഫോർഡബിൾ ആയിട്ടുള്ള ബിരിയാണി കുഴപ്പമില്ലാണ്ട് കഴിക്കും. ഇവിടെ അങ്ങനെ ബിരിയാണി പുറത്തുനിന്ന് മേടിക്കൽ കുറവാണ്, ഞാൻ പറയാറില്ലേ. മന്തിയാണ് നമ്മൾ വീക്കെൻഡ്സിലൊക്കെ കൂടുതലും കഴിക്കാൻ, മന്തിയാണ്. ഇപ്പോൾ ബിരിയാണി മേടിക്കൽ കുറവായതുകൊണ്ട് തന്നെ എന്തായാലും ബിരിയാണി മേടിക്കാൻ വിചാരിച്ചു. ഇന്നലത്തെ നെയ്ച്ചോറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഇനിയൊരു സിനിമ കാണാൻ പോകുന്നു. ഏ സിനിമ? വള വള വള. അങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് സിനിമ ഒക്കെ കാണട്ടെ. അപ്പോൾ നല്ല പോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അന്തപ്പാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അമ്മക്കടെ, ഇവ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂളായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇവ അങ്ങോട്ട് ചാടിയിട്ട് മൈൻഡ് അവൻ്റെ മേലേക്ക് പോകുമല്ലോ. അപ്പോൾ എന്തായാലും വള മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കാണാൻ വിചാരിച്ച്. ഇങ്ങനെ മൂവീസ് കാണൽ കുറവ്, എപ്പോഴും ഇങ്ങനെ സീരീസൊക്കെ അല്ലേ കാണുക. അപ്പോൾ ഇന്ന് നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു ഞങ്ങൾ 3 ആളും. അപ്പോൾ ഇങ്ങനത്തെ ഡേയ്സൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിന്നീട് നമുക്ക് കാണാമല്ലോ, നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗായിട്ട് എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.